ശ്രീകൃഷ്ണാർപ്പണമായി വരേണം. അഖിലം ചൊല്ലുന്നതും ചെയ്തിടുന്നതുമുള്ളിലാഗ്രഹം ഉറന്നീടായിക മറ്റൊന്നിലും. പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറി മിന്നീടുമേ ബാലബ്രഹ്മമകുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഖണ്ഡഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം. നാരായണീയത്തിലത്തെ 78ാമത്തെ ദശകമാണ് നമുക്കിന്ന് കാണാൻ, 79ാമത്തെ ദശകമാണ് നമുക്ക് കാണാനുള്ളത്. രുക്മിണി സ്വയംവരം 2 ദശകങ്ങളിലായിട്ടാണ് ശ്രീമൻ നാരായണീയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതില് 2ാമത്തെ ദശകം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ദേവി ഒരു സന്ദേശം അയക്കുന്നു ഭഗവാന്. ആ സന്ദേശം ഒരു ബ്രാഹ്മണൻ, ദൂതന്റെ രൂപത്തിൽ വന്നൊരു ബ്രാഹ്മണൻ അത് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ സമയത്ത് നമ്മൾ അതിന്റെ അലിഗോറിക്കൽ മീനിങ് നമ്മൾ അന്ന് കുറച്ച് ആലോചിച്ചതായിരുന്നു. അതായത് ഈശ്വരനെയും ഭക്തനെയും യോജിപ്പിക്കുന്ന വ്യക്തിയാണ് ഗുരു. ഈശ്വരന്റെ അടുത്ത് ഭക്തന്റെ ആഗ്രഹം, മോക്ഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എത്തിക്കുന്നത് ഗുരുവാണ്. ഗുരുവാണ് അവർക്ക് തമ്മിൽ ഇടയിൽ നിൽക്കുന്നത്. ആ ഗുരുവിനെയാണ് ഇവിടെ ബ്രാഹ്മണനായിട്ട് കണ്ടിരിക്കുന്നത്. ഇപ്പൊ സാമ്പ്രദായിക പ്രകാരം പറയുകയാണെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവിന്റെ കേദാരമാണ്. അങ്ങനെയുള്ള അറിവ്, ജ്ഞാനത്തിലൂടെയാണ് ഈശ്വരനിലേക്ക് എത്തേണ്ടത്. അപ്പോ ഭക്തൻ, ജ്ഞാനം, ഗുരു, ഈശ്വരൻ, ഇതൊക്കെ തന്നെ ഒരു പ്രകാശമയമായ രേഖയിൽ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ഭഗവാന് അയക്കാൻ വേണ്ടി ദേവി തിരഞ്ഞെടുത്ത ദൂതൻ ഭഗവാന്റെ അടുത്ത് പോയി ഇത് പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ പറയും, അവൾ എന്നെ എത്രത്തോളം പ്രേമിക്കുന്നുവോ അതിൽ കൂടുതലായിട്ട് ഞാൻ അവളെ പ്രേമിക്കുന്നു. ഈ അകന്ന് നിൽക്കുന്നത്, ഈ വിരഹം കാണാതിരിക്കാൻ പറ്റുന്നത്, ഇത് എന്നെ വളരെയധികം ചഞ്ചലനാക്കി തീർക്കുന്നു, ഇളക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഒരടി ഈശ്വരന്റെ അടുത്തേക്ക് വെക്കുമ്പോൾ ഈശ്വരൻ 10 അടി നമ്മളുടെ അടുത്തേക്ക് വരും എന്ന് പറയും. ഭഗവാനെ സാകാരനായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരടി ഈശ്വരന്റെ അടുത്തേക്ക് വെക്കുമ്പോൾ ഭഗവാൻ 10 അടി നമ്മളുടെ അടുത്തേക്ക് വരും. ഇനി ഈശ്വരനെ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മളുടെ അടുത്തു നിന്നാണ് മോക്ഷത്തിനുള്ള ശ്രമം വരേണ്ടത്. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും അത് അവിടെ വിശ്വഹൃദയത്തില് നമ്മുടെ ആ ആഗ്രഹം അത് അവിടെ ചെന്ന് പ്രതിഫലിക്കും. ബോധമണ്ഡലം ഒന്നാണല്ലോ. നമ്മൾ നിൽക്കുന്ന ബോധമണ്ഡലവും ഈശ്വരൻ നിൽക്കുന്ന ബോധമണ്ഡലവും, ഈ ബോധമണ്ഡലത്തില് 2 ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ആഗ്രഹം അവിടെ ചെന്ന് പ്രതിഫലിക്കുന്നു പറയാം. അതല്ല 1 ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഭക്തന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം തന്നെയാണ്, അത് തന്നെയാണ് വിശ്വത്തിന്റെ ഇംഗിതമായിട്ടും ലോകത്തിന്റെ, ജഗത്തിന്റെ ഇംഗിതമായിട്ടും
അത് തന്നെയാണ് ഭവിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിലും ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും ഈശ്വരന്റെ അടുത്ത് അഥവാ നിരാകാരനായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പ്രയത്നം സഫലമാവും. അപ്പൊ ദേവി അയച്ചിട്ടുള്ള സന്ദേശം, ശ്രീമദ് ഭാഗവതത്തിലെ സന്ദേശം ഒന്ന് നോക്കിയിട്ട് നമുക്ക് നാരായണീയത്തിലേക്ക് വരാം. ശ്രീമദ് ഭാഗവതത്തില് 52-ാമത്തെ അധ്യായത്തില് 37-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് 43-ാമത്തെ ശ്ലോകം വരെ 7 ശ്ലോകങ്ങളാണ് സന്ദേശമായിട്ട് അയച്ചിരിക്കുന്നത്. ഇതിലെ ആശയത്തിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ വളരെ സ്ട്രക്ചേർഡ് ആണ്. നമുക്കതൊന്ന് നോക്കി നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഭഗവാന്റെ അടുത്ത് ദേവി തന്റെ സന്ദേശം എത്തിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആ സന്ദേശത്തിന് മയമായിട്ടുള്ള രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? രുക്മിണ്യുവാച, ദേവി പറഞ്ഞു. ദൂത ബ്രാഹ്മണനെ അടുത്ത് നിർത്തി സന്ദേശം കൊടുക്കുകയാണ്. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. ഹേ ഭുവനസുന്ദര, ഭഗവാനെ ഇതിനു മുമ്പ് നമ്മളെ ശ്യാമസുന്ദര എന്ന് ഗോപികമാര് വിളിക്കുന്നുണ്ട്. ഭുവനൈക സുന്ദര എന്ന അർത്ഥത്തില് കുബ്ജ വിളിക്കുന്നത് നമ്മൾ കേട്ടു. ഇവിടെ രുക്മിണി ദേവി ആ വിളിക്ക് തന്നെ ഉണ്ട് ഒരു വലിയ സൗന്ദര്യം. ഭുവനസുന്ദര, ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ, അവിടുത്തെ ഗുണങ്ങള് ഞാൻ കേട്ടു. എന്റെ കാതുകളിലൂടെ, കർണപുടങ്ങളിലൂടെയാണ് അതെന്റെ ഹൃദയത്തിലെത്തിയത്. നിർവിശ്യ കർണ വിവരൈർ ഹരതോംഗതാപം, അങ്ങനെയാണ് എന്റെ അവിടുത്തെ ഈ മഹിമ എന്റെ ഉള്ളിലേക്ക് വന്നത്. എന്റെ കർണപുടങ്ങളിൽ കൂടെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഭഗവാനെ കണ്ടിട്ടില്ല അതുവരെയും, കേട്ടിട്ടാണ്. രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം, അവിടുത്തെ രൂപം ഊഹിക്കുകയാണ് ദേവി. അത് കണ്ണിന് അത് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലാഭം. കണ്ണിന് കിട്ടേണ്ടത് അതാണ്. അങ്ങനെ ഭഗവാൻ എന്റെ ഹൃദയത്തിലേക്ക് അപത്രവം, ലജ്ജയില്ലാതെ കടന്നു വന്നു. അപ്പൊ ഒരു ജീവന്റെ സന്ദേശമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. എപ്പോഴും ഭഗവാനെ പറ്റി നമുക്ക് ഒരു കുട്ടി ജനികമായിട്ടുള്ള പ്രചോദനം ഉണ്ടാവണമെങ്കിൽ ആ കുഞ്ഞ് അതിന് മുൻപത്തെ ജന്മം എത്രയോ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ജന്മമാണ് അത് തുടങ്ങുന്നതെങ്കിൽ അത് തുടങ്ങുന്നത് കേൾവിയിലൂടെയാണ്. ആരൊക്കെയോ വീട്ടില് ചെറുതായിരിക്കുന്ന സമയത്ത് അച്ഛനമ്മമാര് നാമം ജപിക്കുന്നത് കേൾക്കും. അതല്ലെങ്കിൽ സത്സംഗങ്ങൾക്ക് പോണ സമയത്ത് ആചാര്യന്മാർ അതിനെപ്പറ്റി പറയുന്നത് കേൾക്കും. കേട്ടിട്ടാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മറ്റു സാധാരണ നിലയിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് അവിടെ ഉണ്ടെന്ന് പറയാം. ഈശ്വരനെ അങ്ങനെ കാണാൻ കിട്ടാറില്ല. എന്തെങ്കിലും ഒന്ന് രുചിച്ചാൽ, ചെറിയ കുട്ടിക്കാണ് പാല് കൊടുക്കുന്ന സമയത്ത്, പാല് രുചിക്കുന്ന സമയത്ത് പാലുണ്ട് എന്നുള്ളത് കുട്ടി മനസ്സിലാക്കും. പക്ഷെ ഈശ്വരനെ അങ്ങനെ രുചിക്കാൻ കിട്ടില്ല. അതൊക്കെ കാരണം ഈശ്വരനെ പറ്റി കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കുന്നതിലൂടെയാണ് ഈശ്വരനെ പറ്റിയിട്ടുള്ള അവബോധം ഉള്ളിലുണ്ടാവുന്നത്. അത് തന്നെയാണ് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തില് അത് തന്നെയാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ഈശ്വരനോടുള്ള ഒരു അഭിവാഞ്ച വന്നു കഴിഞ്ഞാല് നമ്മളൊക്കെ വളരെ ലൗകികമായിട്ടുള്ള ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലരും നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഇതൊക്കെ വയസ്സുകാലത്തല്ലേ ഈശ്വരനെ പറ്റി വിചാരിക്കേണ്ടത്, ഇതൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ പണം ഉണ്ടാക്കാൻ അറിയണം, ആയിട്ട് ജീവിക്കണം, ഈശ്വരനും ഈശ്വര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലജ്ജയില്ലേ ഇങ്ങനെ കാണാത്ത കാര്യങ്ങളെ പറ്റി അന്ധവിശ്വാസത്തിന്റെ പേരിൽ
ഇങ്ങനെ ഓടി നടക്കാൻ എന്നൊക്കെ പലരും ചോദിക്കും. അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നമ്മെ ലജ്ജിതരാക്കുന്ന സമയത്ത് ദേവി പറഞ്ഞ വാക്കുകള്, ചിത്തം ആവിശതി ചിത്തം, എന്റെ മനസ്സിലേക്ക് അവിടുന്ന് പ്രവേശിക്കുന്നു. അപത്രപമ്മേ, എനിക്ക് ഒരു ലജ്ജയുമില്ല, നിർലജ്ജയാണ് ഈ കാര്യത്തിൽ ഞാൻ എന്ന് പറയുന്നു. അതിനുള്ള ഓട്ടോണമി നമ്മൾ കാണിക്കണം. അതിന് ഒരു ലജ്ജയും ആവശ്യമില്ല. ആരുടെ മുമ്പിലും നമുക്ക് കണക്ക് കൊടുക്കേണ്ടതില്ല. അതിൽ നമ്മൾ തികച്ചും സ്വാതന്ത്ര്യം, ഓട്ടോണമി കാണിക്കണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, കാത്വാ മുകുന്ദമഹതി കുലശീലരൂപ വിദ്യാവയോദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതി നവൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഇത് ഭഗവാനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ മഹിമ കേട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഏതൊരുവൾക്കാണ് അതിൽ താല്പര്യമില്ലാതിരിക്കുക? അപ്പൊ എനിക്കിത് തോന്നി എന്നുള്ളത് അസാധാരണം എന്ന് അവിടുന്ന് വിചാരിക്കരുത്. ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അവിടുത്തെ പറ്റി കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്രയും ഭഗവാനോട് എനിക്ക് തോന്നുന്ന പ്രേമം, എനിക്ക് തോന്നുന്ന ആഗ്രഹം, ഇതൊക്കെ തന്നെ വരും. ഇത് ഒരു ജീവനെ പറ്റി പറയുകയാണെന്ന് നമ്മൾ എടുക്കണം. ഏതൊരു ജീവനാണെങ്കിലും ആ ജീവനിൽ ഒരുപാട് ദുഷ്കൃതങ്ങൾ വന്ന് അടിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഋജുവായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക, ഋജു പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മാർഗത്തിലൂടെ പോകുന്ന ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായും അതിനോട് അഭിനിവേശം വരും. അതിലൊന്നും പ്രത്യേകിച്ച് ലജ്ജിക്കാനോ അത്ഭുതപ്പെടാനോ ഇല്ല. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, തന്മേ ഭവൻ ഖലു വൃത പതിരംഗജായം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാ വീരഭാഗമഭിമർശതു ചൈദ്യ ആരാത് ഗോമായുവൻ മൃഗപതേർബലിമംബുജാക്ഷ. ഞാൻ അവിടുത്തെ എൻ്റെ പതിയായി സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു ജീവൻ പറയുകയാണെങ്കിൽ ആ ജീവൻ തൻ്റെ ജീവിതത്തിൻ്റെ കാതലായിട്ട്, ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലാഭമായിട്ട്, ആ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഭഗവാനെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം കൊണ്ട് മറ്റൊന്നിനെ തേടാൻ ആ വ്യക്തിക്ക് കഴിയില്ല, പുരുഷനായാലും സ്ത്രീ ആയാലും. പിന്നെ മറ്റൊന്ന്, ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള വലുതായിട്ടുള്ള മനുഷ്യജന്മം, ബ്രഹ്മാവലോകധിഷണം മുതമാപദേവ എന്ന് പറയുന്നത്. സൃഷ്ടി നടന്ന സമയത്ത് സൃഷ്ടികർത്താക്കൾക്ക് ബ്രഹ്മാവ് തുടങ്ങിയവരൊക്കെയാണ് ഓരോ കൽപ്പത്തില് ഓരോ യുഗത്തിന്റെ തുടക്കത്തിലും സൃഷ്ടി ചെയ്യണത്. സൃഷ്ടി തുടങ്ങി വെക്കുന്ന ആ ദേവന്മാർക്ക് മറ്റ് മനുഷ്യനെക്കാട്ടിലും കഴിവുള്ള പലരും ഇവിടെ ഉണ്ട്. മനുഷ്യനേക്കാൾ കാണാൻ കഴിവുള്ള മൃഗങ്ങളുണ്ട്, മനുഷ്യനേക്കാൾ ഓടാൻ കഴിയുന്ന മൃഗങ്ങളുണ്ട്, മനുഷ്യനേക്കാൾ ശക്തിയുള്ള മൃഗങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിൽ മനുഷ്യനേക്കാൾ സൗന്ദര്യമുള്ള മറ്റു പല ജീവരൂപങ്ങളുണ്ട്, അപ്സരസ്സുകള്, ഗന്ധർവന്മാര്. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ദേവന്മാർക്ക് ഏറ്റവും അധികം സന്തുഷ്ടി ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ മറ്റാർക്കും അപ്സരസ്സുകളും ഗന്ധർവന്മാരും ഒക്കെ അവരുടെ ശാരീരികമായിട്ടുള്ള സൗഖ്യം, ക്രീച്ചർ കംഫർട്ട്സ് അന്വേഷിക്കുന്ന സമയത്ത് ഈശ്വരനെ അന്വേഷിക്കാൻ ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രചോദനം അത് യോജിച്ചിട്ട് അങ്ങോട്ട് തിരികെ പോകാൻ, ആ മാർഗം സ്വീകരിക്കാൻ, അതിലൂടെ മുന്നോട്ട് പോകാൻ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈശ്വര ലാഭം ജ്ഞാനോദയം ഉണ്ടായി കഴിഞ്ഞാൽ ആണ്
വലിയ വലിയ സന്യാസികളൊക്കെ എല്ലാം ത്യജിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ത്യജിക്കലല്ല. അവർക്ക് പിന്നെ മറ്റൊന്നും വേണ്ട. ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ജ്ഞാനത്തിന്റെ ആ സുഖം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റൊന്നും ആവശ്യമില്ല. അത് നമുക്ക് തന്നെ പലപ്പോഴും അറിയാം. നമുക്കൊരു ഇന്റലക്ച്വൽ പ്രോബ്ലം നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ ഊണിന്റെ സമയം മറക്കും, വിശപ്പ് മറക്കും, മറ്റതൊക്കെ മറന്ന് അതിലിരിക്കും. അവിടെ നമുക്ക് ശരീരത്തിന്റെ സുഖത്തേക്കാൾ ബുദ്ധിയുടെ സുഖമാണ് നമുക്ക് വലുത്. പക്ഷെ ഈ ഈശ്വരീയത എന്ന് പറയുന്നത് ബുദ്ധിയുടെ സുഖത്തിനും കുറച്ചുകൂടി വലുതാണ്, അപ്പുറത്തുള്ളതാണ്. അതിലേക്ക് ശ്രമിക്കുന്ന സമയത്ത് പിന്നെ മറ്റൊന്നും വേണ്ട. പിന്നെ ഈ ജന്മം കിട്ടിയിട്ട് ഈ ബോധം ചെറുതായിട്ടുള്ളിൽ നാമ്പെടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യം അറിയാം. ഈ ജന്മം അത് സമർപ്പിക്കേണ്ടത് ഈ ഒരു അന്വേഷണത്തിന് വേണ്ടിയാണ്. അതല്ലെങ്കിൽ ഒരു സിംഹത്തിന് വെച്ചിട്ടുള്ള ബലി, സിംഹത്തിന് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഭക്ഷണം ഒരു കുറുക്കൻ വന്ന് തട്ടിയെടുത്തു കൊണ്ടുപോകുന്നത് പോലെയാണ് ഈശ്വരീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ശരീരം കൊണ്ട് മറ്റ് തുച്ഛമായിട്ടുള്ള കാര്യങ്ങള് അന്വേഷിക്കുമ്പോൾ അത് സിംഹത്തിനുള്ള ബലി, സിംഹത്തിന് ബലി ചെയ്യുക, നമുക്കറിയാലോ, ബലി അർപ്പിക്കുക. ആ സിംഹത്തിനുള്ള ബലി ഒരു കുറുക്കൻ തട്ടിക്കൊണ്ടുപോയതുപോലെയാണ് അത്. അതുകൊണ്ട് ഈ ജീവിതം ഇനി ഞാൻ മറ്റൊന്നിനു വേണ്ടി ചെലവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പൂർത്തേഷ്ടദത്ത നിയമവ്രതദേവ വിപ്ര ഗുരുവർച്ചനാദിവിരലം ഭഗവാൻ പരേശ ആരാധിതോ യതി കഥകൃപാണിം ഗൃഹാതു മേ ദമഘോഷ സുതാദയോന്യേ. ഞാൻ ഏതെങ്കിലും തരത്തില് വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തില് സുഹൃതം വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങള്, ദാനം, ഇപ്പോ വഴിയുടെ, അതായത് റോഡിന്റെ ഇരുവശത്തും പണ്ട് കാലത്ത് സുഹൃതം ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് മരം വെച്ച് വളർത്തുമായിരുന്നു. കാരണം ആ കാലത്തൊക്കെ എല്ലാവരും കാൽനടയായിട്ടാണ് സഞ്ചരിക്കുക. ആ സമയത്ത് തണലുണ്ടെങ്കിൽ വളരെ പ്രത്യക്ഷമായിട്ടുള്ള സുഖമാണ് തണലുള്ള വഴിയിൽ കൂടെ നടക്കുമ്പോൾ. അതുപോലെ കുളങ്ങള് കുഴിക്കുക, വഴിയില് മനുഷ്യർക്ക് കുടിക്കാനും മൃഗങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ വേണ്ടി കുളങ്ങള് കുഴിക്കുക. ഇങ്ങനത്തെ ഇഷ്ടകർമ്മങ്ങള്, പൂർത്തകർമ്മങ്ങള്, ഇഷ്ടകർമ്മങ്ങള്, അതായത് യാഗം എന്ന് പറഞ്ഞാൽ യാഗം, അങ്ങനെയുള്ള പൂജകള്, യാഗങ്ങള്, സുഹൃതം വർദ്ധിപ്പിക്കുന്ന കർമ്മങ്ങള്, ഇതൊക്കെ വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ എൻ്റെ കൈ പിടിക്കണം. ഈ ശിശുപാലനെ പോലെയുള്ളവര്, ദമഘോഷ സുതാദയോന്യെ, ശിശുപാലനെ പോലെയുള്ളവരോ, നമ്മൾ പറയില്ലേ, ഹി ആൻഡ് ദ ഇൽക്ക് ഓഫ് ഹിം, അതായത് ആ കൂട്ടക്കാര്, ശിശുപാലൻ തുടങ്ങിയ ശിശുപാലന്റെ ഒക്കെ കൂട്ടത്തിലുള്ളവര്, അങ്ങനത്തെ ഒരാളും തന്നെ എൻ്റെ കയ്യെ പിടിക്കാനുള്ള ഇടവരരുത്. ഞാൻ എത്തേണ്ടത് ഈശ്വരനിലാണ്. അനീശ്വരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഒരു കാര്യവും എൻ്റെ ഈ പാതയില് തടസ്സമായിട്ട് അതൊന്നും വന്ന് നിൽക്കരുത്. ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്ത സമേത്യ പ്രതനാപതി വിപരീത നിർമധ്യ ചൈദ്യമഖതേന്ദ്ര ബലം പ്രസഖ്യ മാം രാക്ഷസേന വിധിനോത്വഹ വീര്യശുൽക്കാം. അടുത്ത ശ്ലോകത്തിൽ ദേവി പറയണത്, ഇനിയും എന്നെ എൻ്റെ അച്ഛനും അമ്മയും വിവാഹം ആലോചിച്ച് അങ്ങേക്ക് തരിക എന്നുള്ളതില്ല. ശിശുപാലിന് കൊടുക്കാൻ തീർച്ചയാക്കി കഴിഞ്ഞു. എൻ്റെ സഹോദരന്മാരൊക്കെ അവിടുത്തെ എതിരാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നെ ബലം ഉപയോഗിച്ചിട്ടെങ്കിലും അവിടുന്ന് രാക്ഷസീയമായിട്ടുള്ള മാർഗത്തിലാണെങ്കിലും, അതായത് തട്ടിക്കൊണ്ടുപോവുക, വിവാഹ സമയത്ത് തട്ടിക്കൊണ്ടുപോവുക, അങ്ങനെയാണെങ്കിലും അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകണം. അല്ലാതെ കാലം എല്ലാം ഒരുങ്ങിയിട്ടും ബന്ധുക്കളൊക്കെ സമ്മതിച്ചിട്ടും കാലം ഒരുങ്ങിയിട്ടും ഒന്നും നമുക്ക്, സ്ത്രീ ആയാലും പുരുഷനായാലും, നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് ഗാർഹികമായിട്ടുള്ള ചുമതലകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഗൃഹത്തിൽ തന്നെ താമസിക്കേണ്ടി വരും.
ബന്ധുക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. അതൊക്കെ ശരി. പക്ഷേ മനസ്സുകൊണ്ട് ഈശ്വരനെ അന്വേഷിക്കുക എന്നുള്ളത് പോലും നിഷിദ്ധരായിട്ടുള്ള ജനങ്ങളുണ്ട്. അതായത് ഒരു തരത്തിലും പലപ്പോഴും ഒരു പുരുഷൻ അയാൾക്ക് സത്സംഗത്തിന് പോകണമെന്നുണ്ടാവും, ആ ക്ഷേത്രങ്ങളിൽ പോകണമെന്നുണ്ടാവും, അതല്ലെങ്കിൽ പുരാണങ്ങൾ പഠിക്കണം എന്നുണ്ടാവും, നാമം ജപിക്കണം എന്നുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ തടസ്സമായിട്ട് ബന്ധുക്കളും മറ്റു ജനങ്ങളും, ഭാര്യയായിരിക്കാം, അതല്ലെങ്കിൽ കുട്ടികളായിരിക്കും, മറ്റുള്ളവരായിരിക്കും. ഇതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഇതൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അതിന് തടസ്സമായിട്ട് ഭർത്താവായിരിക്കും, കുട്ടികളായിരിക്കും, എല്ലാവരും നിൽക്കുമായിരിക്കും. പക്ഷെ എല്ലാവരുടെയും സമ്മതം കിട്ടി അതിനനുസരിച്ച് അങ്ങനെ കാത്തു നിൽക്കാൻ ഒരു ജീവന് സമയമില്ല. 120 കൊല്ലമാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ ഇത്രയുമൊക്കെ ഇതിനുള്ള ഒരു ആകാംക്ഷ തുടങ്ങുമ്പോഴേക്ക് തന്നെ ആയുസ് കുറെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഈശ്വര, അവിടുന്ന് ഏറെ അധികം കാലവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ അനുകൂലമാണോ എന്നൊന്നും നോക്കാതെ എന്നെ അവിടുന്ന് ഹൈജാക്ക് ചെയ്തിട്ടാണെങ്കിലും അവിടുന്ന് കൊണ്ടുപോകണം എന്നാണ്. മം രാക്ഷസേന വിധിനോദ്വഹ, എന്നെ എങ്ങനെയെങ്കിലും രാക്ഷസീയമായിട്ടുള്ള മാർഗത്തിലാണെങ്കിലും അവിടുന്ന് എന്നെ കൊണ്ടുപോകണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അന്തഃപുരാന്തരചരീമനിഹത്യ ബന്ധുവും ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി മഹതി കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂർഗിരിജാമുപേയ. ഇനി എന്റെ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് അവിടെ വലിയ കലാപം സൃഷ്ടിച്ചിട്ട് എന്നെ കൊണ്ടുപോകണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതമൊക്കെ കലക്കി തീർത്തുകൊണ്ട് ഞാൻ ഈ യാത്രയ്ക്ക് മുതിരണം എന്നെനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് വളരെ തന്ത്രപൂർവം, നയപൂർവം അവിടത്തേക്ക് എന്നെ അവിടത്തോട് അടുപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാല്, ഞാൻ ഗിരിജാദേവിയുടെ ക്ഷേത്രത്തിലേക്ക്, ശ്രീ പാർവതിയുടെ ക്ഷേത്രത്തിലേക്ക് ഞാൻ പോകും. ആ സമയത്ത്, പോകുന്ന സമയത്ത് എന്നെ അവിടത്തേക്ക് കൊണ്ടുപോകാം. ആ സമയത്ത് കൊട്ടാരത്തെ തകർത്തിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളെ കൊന്നിട്ടോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മുടെ കൂടെ പലരും ജീവിക്കുന്നുണ്ടായിരിക്കും. അവരുടെയൊക്കെ ജീവിതത്തിനെ താറുമാറാക്കാതെ തന്നെ, അതായത് വിത്തൗട്ട് അപ്സെറ്റിംഗ് ദ ആപ്പിൾ കാർട്ട്, അല്ലാതെ തന്നെ നമുക്ക് ഈശ്വരനിലേക്ക് എത്താം. അതിന് വേണ്ട ഒരു വിവേകവും അതിന് വേണ്ട ഒരു നയവും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയുന്നു, അവസാനത്തെ ശ്ലോകം 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യസ്യാംഘ്രി പങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്തി ഉമാപതിരിവാത്മതമോപഹത്യേ യർഹ്യംബുജാക്ഷ ന ലഭേയ ഭവൽപ്രസാദം ജഹ്യാമസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യ. അതായത് അവിടുത്തെ ശ്രീപാദധൂളിയിൽ സ്നാനം ചെയ്യാനാണ് മഹത്തുക്കൾ ആഗ്രഹിക്കുന്നത്. സാക്ഷാൽ ഉമാപതിയായിട്ടുള്ള മഹാദേവൻ പോലും അവിടുത്തെ ശ്രീപാദരജസ്, കാലിലത്തെ പൊടി, അതാണ് ശ്രീപാദരജസ്, അത് തലയിൽ അത് ധരിക്കാൻ ആഗ്രഹിക്കണം. എന്തിന്? എല്ലാ തരത്തിലുള്ള എല്ലാ വലിയ വലിയ ആൾക്കാർ പോലും അവരുടെ പാപത്തിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യമുണ്ടെങ്കിൽ, കൽമഷമുണ്ടെങ്കിൽ, അതൊക്കെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പാദധൂളിക്ക് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കണം. അങ്ങനെയല്ല, അവിടുന്ന് എനിക്ക് ഈ ജന്മത്തിൽ പ്രസാദം തരണില്ലെങ്കിൽ ഞാൻ എൻ്റെ വ്രതം ഞാൻ തുടരും, എന്നിട്ട് എത്ര ജന്മങ്ങൾ വേണമെങ്കിലും ഞാൻ എടുക്കാൻ തയ്യാറാണ്. അടുത്ത ജന്മത്തിലും അടുത്ത ജന്മത്തിലും എത്ര ജന്മങ്ങൾ വേണമെങ്കിലും ഞാൻ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ ലക്ഷ്യം എന്നും ഭഗവാനായിരിക്കണം. എത്ര ദൂരം നടക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ നടക്കുന്നത് അവിടുത്തെ അഭിമുഖീകരിച്ചു കൊണ്ടായിരിക്കണം. എൻ്റെ ദിശ, ഡയറക്ഷൻ ശരിയായിരിക്കണം. എന്നിട്ട് ഞാൻ നടക്കുന്നത് ലക്ഷ്യത്തിൽ നിന്നിട്ട് അകന്നിട്ടാവരുത്. പക്ഷെ ആ നടത്തം എത്ര നീളമുള്ളതാണെങ്കിലും സാരമില്ല, ഒരു ദിവസം ഞാൻ എത്തുമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ
അല്ലെങ്കിൽ അടുത്ത കൊല്ലം, അടുത്ത ജന്മം, അതിനടുത്ത ജന്മം, എപ്പോഴും ആകട്ടെ, ഞാൻ ഇതേ വ്രതവിശുദ്ധിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം. ഒരിക്കൽ പോലും ഭഗവാനിൽ നിന്ന് തിരിഞ്ഞു നടക്കരുത്. എത്ര പതുക്കെയായാലും, എത്ര ക്ഷീണിച്ചിട്ടാണെങ്കിലും, എത്ര വൈവശ്യത്തോടു കൂടിയാണെങ്കിലും എന്റെ നടത്തം, അവിടുത്തെ അഭിമുഖി, എന്റെ ഡയറക്ഷൻ ശരിയായിരിക്കണം എന്നുള്ള ഇതാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഈ സന്ദേശം ദേവി കൊടുത്തയച്ചത്. ഈ 7 ശ്ലോകങ്ങള് ശ്രീമദ് ഭാഗവതത്തെ 7 ശ്ലോകങ്ങളില് പടിപടിയായിട്ട് ക്രമത്തിലാണ് ആശയത്തെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുപയോഗിച്ചിട്ടുള്ള തുടക്കം തന്നെ അശ്രുത്വാ ഗുണാൻ എന്നുള്ള വിളി തന്നെ, ഭുവനസുന്ദര എന്നുള്ള ഭഗവാനിയുള്ള വിളി തന്നെ നമുക്ക് ശരിയായിട്ടുള്ള സംവേദനക്ഷമത ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ വേവ് ലെങ്ത് ശരിയാണെങ്കിൽ നമുക്ക് ആ വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മളും സ്വയം എത്രയോ മുന്നോട്ട് വരും. അതാണ് ഇതിന് ഒരു റൊമാൻസിന്റെ പരിവേഷമുണ്ട് ഈ 7 ശ്ലോകങ്ങൾക്ക്. അത് ആസ്വദിക്കുന്നത് നല്ലത്. അതില് വളരെ കവിത, അതില് കാവ്യ ഭംഗിയുണ്ട്. അത് ആസ്വദിക്കുന്നത് നല്ലത് തന്നെ. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒക്കെ കൂടെ അതിലെ വലുതായിട്ടുള്ള ഒരു ജീവന്റെ ആഗ്രഹമാണിത്. ഇത് ജീവന്റെ ഒരു തുടിപ്പാണിത്. ശരിയായിട്ടുള്ള ഒരു ജീവന്റെ പൾസാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ ആസ്വാദനം പൂർണ്ണമായിരിക്കും. 79ാമത്തെ ദശകം നാരായണീയത്തില് ഭഗവാന് ഈ സന്ദേശമാണ് കിട്ടിയത്. ഒരു ജീവൻ തന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമാത്മാവിന് ആ ജീവാത്മാവിനെ തന്നോട് അടുപ്പിക്കണം. ഒരാഗ്രഹവുമില്ല, സാധാരണ പരമാത്മാവിന് ഒരാഗ്രഹവുമില്ല. പക്ഷെ ഈ ഒരാഗ്രഹം ബാക്കി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അതാണ് ഈ 2 കാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റ്. കാന്തം ഒരു ഇരുമ്പ് കഷ്ണത്തെ തൻ്റെ അടുത്തേക്ക് വലിച്ചെടുക്കുന്നത് വേണമെന്ന് ആണോ? അത് പ്രകൃതി നിയമമാണ്. ഒരു കാന്തത്തിന്റെ സാന്നിധ്യത്തില് ഒരു ചെറിയ ഇരുമ്പ് വസ്തു കൊണ്ടുവന്ന് വെച്ചാല് കാന്തം വലിച്ചെടുക്കും. ആ വസ്തു അതിനടുത്ത് എത്തണം, അത്രയേ ഉള്ളൂ. പിന്നെ വലിച്ചെടുക്കൽ എന്നുള്ളത് തന്നെത്താനേ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതുപോലെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരാഭിമുഖമായിട്ട് നമ്മൾ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈശ്വരൻ നമ്മെ ഒരു കാന്തം എങ്ങനെയാണ് ഇരുമ്പ് വസ്തുവിനെ അടുത്തേക്ക് ഇരുമ്പിനെ ആകർഷിക്കുന്നത് അതുപോലെ ആകർഷിച്ചു കൊള്ളും. അതിനെ നമ്മെ വിട്ടുകൊടുക്കാൻ മാത്രം നമ്മൾ തയ്യാറായി. ഇതുകൊണ്ടാണ് ഭഗവാൻ ആ സന്ദേശം കേട്ട സമയത്ത് ദേവിയെ എനിക്ക് ലഭിക്കുക എന്നുള്ളത്, അത് ദേവിക്ക് എത്രത്തോളം എന്നോട് ആസക്തി തോന്നുന്നു അതിൽ കൂടുതൽ ആസക്തി എനിക്കുണ്ട് എന്ന് പറഞ്ഞതിന്റെ ദാർശനികമായിട്ടുള്ള വശം അതായിരിക്കും. പിന്നെ രുക്മിണി ദേവിയെ കൊണ്ടുപോണതാണ് 79ാമത്തെ ദശകത്തില്. ഒന്നാമത്തെ ഇതിലും 12 ശ്ലോകങ്ങളുണ്ട്. ദ്രുതവിളംബിതം എന്നുള്ളതാണ് ഈ എല്ലാ ശ്ലോകങ്ങളും ദ്രുതവിളംബിതം എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തത്തിലാണ് 12 ശ്ലോകങ്ങളും. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വതുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാം. ഭഗവാൻ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു, ഈ സന്ദേശം കിട്ടിയ സമയത്ത് ഞാൻ അവളെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് വേഗം തേരിൽ കയറി. തേരില് ആ ദൂത ബ്രാഹ്മണനും സ്ഥലം കൊടുത്തു. എന്നിട്ട് ദേവിയുടെ രാജ്യമായിട്ടുള്ള വിദർഭ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള കുണ്ടിനം എന്ന് പറഞ്ഞിട്ടുള്ള നഗരം, അവിടെയാണ് ഭീഷ്മക രാജാവിന്റെ കൊട്ടാരം, ദേവിയുടെ അച്ഛന്റെ കൊട്ടാരം. അവിടത്തേക്ക് പുറപ്പെട്ടു എന്ന് കണ്ടു. പിന്നെ ഭഗവാൻ പോയി. ഭാഗവതത്തിൽ കുറച്ചുകൂടി വിസ്തരിച്ച് പറയുന്നത്, ഭഗവാൻ പോയി എന്നറിഞ്ഞ സമയത്ത് ബലരാമസ്വാമിക്ക് തോന്നും കൃഷ്ണൻ ഏകദേശം പോയത് രുക്മിണിയെ പോരാനായിരിക്കും. ഒരു ബ്രാഹ്മണൻ വന്നു, എന്നിട്ട് എന്തോ സന്ദേശം കൊടുത്തു. ഉടനെ രണ്ടുപേരും കൂടി തേരിൽ കയറിപ്പോയി. ബലരാമസ്വാമിക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റി പോണത് കുണ്ടിനത്തിലേക്കായിരിക്കും.
അവിടെ ദേവിയുടെ സ്വയംവരം നടക്കാൻ പോവാണ്. അത് കേട്ടിട്ടുണ്ടാവും. അവിടെ അനേകം രാജാക്കന്മാർ വന്നിട്ടുണ്ടായിരിക്കും. സ്വയംവരം എന്നുള്ളത് പേര് മാത്രം. കൊടുക്കാൻ പോണത് ശിശുപാലനാണ്. ശിശുപാലൻ ഒരു ദുഷ്ടരാജാവാണ്. ശിശുപാലന്റെ കൂട്ടക്കാരൊക്കെ ജരാസന്ധൻ തുടങ്ങിയവരൊക്കെയാണ് മറ്റുള്ളവര്. പോരെങ്കിൽ ദേവിയുടെ സഹോദരനായിട്ട് രുക്മിയും മറ്റു സഹോദരന്മാരും ഒക്കെ തന്നെ ശിശുപാലന് അനുകൂലമാണ്. അതുകൊണ്ട് കൃഷ്ണൻ അവിടെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപായം പറ്റിയാലോ, താൻ ജ്യേഷ്ഠനായിരിക്കെ തൻ്റെ കൂടി കടമയല്ലേ കൂടെ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് വലിയൊരു സൈന്യം കൂട്ടി കൃഷ്ണന്റെ പിന്നാലെ പോയി. കൃഷ്ണൻ പറഞ്ഞിട്ടല്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് പോയി ബലരാമൻ. ബലസമേത ബലാനുഗതോ ഭവൻ പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വതുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാം. ബലരാമസ്വാമി വലിയൊരു ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈന്യത്തോടു കൂടി പുറപ്പെട്ട ബലരാമസ്വാമിയാൽ അനുഗതനായിട്ട് ബലരാമസ്വാമി പിന്നാലെ പോയിക്കൊണ്ട് ഭഗവാൻ അങ്ങനെ ചെന്നു. അവിടെ ചെന്ന് കുണ്ടിനം എന്ന് പറഞ്ഞ നഗരത്തിലെത്തി. ഭീഷ്മക രാജാവ് അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ എത്തിയപ്പോഴേക്കും പിന്നാലെ ബലരാമസ്വാമിയും എത്തി. രണ്ടുപേരെയും രുക്മിണി ദേവിയുടെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് സ്വീകരിച്ചു. വിവാഹം കാണാൻ വേണ്ടി വന്നവരാണ്. അവർക്ക് താമസിക്കാനുള്ള വിശേഷപ്പെട്ട കൊട്ടാരമൊക്കെ കൊടുത്തു, നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. വേണ്ട പോലെ കൃഷ്ണരാമന്മാരെ, അതായത് ബലരാമസ്വാമിയും കൃഷ്ണനെയും അവിടെ സ്വീകരിച്ചു. എന്നിട്ടോ ഭഗവാന്റെ കൂടെ പോയ ആ ബ്രാഹ്മണൻ വേഗം ദേവിയെ കാണാൻ വേണ്ടി പോയി. അപ്പോഴേക്കും ദേവി വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. താൻ ആ ദൂത ബ്രാഹ്മണന്റെ കയ്യില്, സുന്ദര ബ്രാഹ്മണന്റെ കയ്യില് സന്ദേശം കൊടുത്തയച്ചു. ഇനിയും ഒന്നും കേട്ടിട്ടില്ല, കൃഷ്ണൻ വന്നിട്ടില്ല, വിവരം ഒന്നും ആ ദൂതൻ തന്നിട്ടില്ല, ബ്രാഹ്മണൻ തന്നിട്ടില്ല. വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താണ് ഭഗവാനെയും ദേവിയും, അതായത് സാക്ഷാൽ ഗിരിജാദേവിയും മഹാദേവനും എൻ്റെ വിധാതാവ് എന്ന് പറയുന്നത് സൃഷ്ടിച്ചിട്ടുള്ള ബ്രഹ്മാവും എല്ലാവരും എനിക്ക് പ്രതികൂലമായോ, ആരും എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നില്ലേ എന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കൃഷ്ണന്റെ കൂടെ ബ്രാഹ്മണൻ അവിടെ എത്തിയത്. അദ്ദേഹം എങ്ങനെയോ സൗകര്യമുണ്ടാക്കി ദേവിയുടെ അടുത്ത് ഈ സന്ദേശം, ദേവിയെ പോയി കണ്ട് ഈ സന്ദേശം കൊടുത്തു. അതായത് കൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്, കുണ്ടിനത്തിൽ എത്തിയിട്ടുണ്ട്, ഇനി ഒന്ന് തനിക്ക് തന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി താൻ നിറവേറ്റി എന്നുള്ളത് സന്ദേശം തന്ന ദേവിക്ക് വിവരം കൊടുത്തു. അത് കേട്ട സമയത്ത് ദേവി എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ ബ്രാഹ്മണനെ ആദരിക്കേണ്ടത്, ഒന്നും ചെയ്യാൻ തനിക്ക് കഴിയില്ല. ഒരു നമസ്കാരം മാത്രം. അതിൽ കൂടുതൽ ഒന്നും ദേവിക്ക്, ഇനി ഒരു മുത്തുമാല കൊടുക്കാം, അല്ലെങ്കിൽ കുറെ സ്വർണം കൊടുക്കാം, ധനം കൊടുക്കാം, എന്ത് കൊടുത്താലും ചെയ്തിട്ടുള്ള ഈ ഉപകാരത്തിന് നന്ദിയാവില്ല. ഇതാണ് നമ്മൾ ഗുരുദക്ഷിണ എന്നൊക്കെ പറയും. പക്ഷെ അതിനൊക്കെ പുറത്ത്, അത് പണ്ട് കാലത്ത് ദക്ഷിണ എന്നുള്ളത് നമ്മളുടെ ഒരു സന്തോഷത്തിന്റെ പ്രതീകം. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഈശ്വരനിൽ എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് മാർഗദർശനം തരുന്ന യഥാർത്ഥ ഗുരുവിന്, ശരിയായിട്ടുള്ള ഗുരുവാണെങ്കിൽ ആ ഗുരുവിന് ആവശ്യം ഇതിന്റെ ഈ സന്ദേശം ഭഗവാനിൽ എത്തി എന്നുള്ള സന്തോഷം അറിഞ്ഞുകൊണ്ട് ഇനി വേഗം ഈശ്വരനിലേക്ക് എത്തിച്ചേരുക. ഗുരുവിന് ഇനി കൊടുക്കാനുള്ളത് ഒരു പൂർണ്ണ മനസ്സോട് കൂടിയിട്ടുള്ള ഒരു നമസ്കാരം. അതിൽ കൂടുതൽ വലിയൊരു ദക്ഷിണ മറ്റൊന്നുമില്ല, മറ്റൊരു സമ്മാനവുമില്ല. ധൃതരസ തരസ പ്രണനാമസ, പെട്ടെന്ന് ഉടനെ തന്നെ സന്തോഷത്തോടു കൂടിയിട്ട് രസാനുഭവം, ശരിയായിട്ടുള്ള രസാനുഭവം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ആ സന്തോഷത്തോടു കൂടിയിട്ട് നമസ്കരിച്ചു. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഭുവന കാന്തമവീക്ഷ്യ ഭവദ്ബപുർ കൃപസുതസ്യ നിശമ്യ ചേഷ്ടിതം വിപുലഖേദജുഷം പുരവാസിനം സ രുദിതൈരഗമന്നിശം. ഭഗവാൻ അവിടെ എത്തിച്ചേർന്ന സമയത്ത് വിദർഭ രാജ്യത്തില് ആദ്യമായിട്ടാണ് കൃഷ്ണനെ എല്ലാവരും കാണുന്നത്. അവര് ഭഗവാനെ കണ്ട സമയത്ത്, ഭഗവാന്റെ സൗന്ദര്യം കണ്ട സമയത്ത്, ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ പൂർണ്ണത കണ്ട സമയത്ത്
അവർക്ക് തോന്നി, എല്ലാവർക്കും തോന്നി, നമ്മുടെ രുക്മിണി ദേവിക്ക് അനുയോജ്യനായിട്ടുള്ള വരൻ ഈ ശ്രീകൃഷ്ണനാണല്ലോ. ഈ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് രുക്മിണി ദേവിയെ കൊടുക്കുന്നില്ല? അതിന് കാരണം ദേവിയുടെ സഹോദരൻ തന്നെയാണ്. ഈ ഭീഷ്മക രാജാവിന്റെ പുത്രനായിട്ടുള്ള രുക്മി എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയുടെ സഹോദരൻ തന്നെയാണ്. നൃപസുതൻ, രാജകുമാരൻ രുക്മി. ആ രുക്മിയുടെ ചേഷ്ടിതം എന്തൊക്കെയാണ് കാണിക്കുന്നത് ഈ രുക്മി? ഏത് ആൾക്കാണ് ഇത്രയും ഇത്രയും നല്ല ഈ രാജകുമാരിയെ കൊണ്ടുപോയി കൊടുക്കുന്നത് ആർക്കാണ്? ഇതൊക്കെ ആലോചിച്ചിട്ട് ജനങ്ങൾ വളരെയധികം വിഷമിച്ചു. ആ നാട്ടിലെ ജനങ്ങള്, വിദർഭ രാജ്യത്തെ ജനങ്ങള്, അവര് സങ്കടം തോന്നി, അവർക്ക് ഖേദം, വിപുല ഖേദജുഷാം, വലിയ സങ്കടമാണ് അവർ അനുഭവപ്പെട്ടത്. പുരവാസിനാം, ആ നഗരത്തിൽ താമസിക്കുന്നവര്. രുദിതൈരകമൻ നിശ, അവര് രാത്രി മുഴുവനും അതിനെ പറ്റിയുള്ള ഒരു സങ്കടം വിലപിച്ചുകൊണ്ട്, പരിദേവനം ചെയ്തുകൊണ്ട് രാത്രി അങ്ങനെ കഴിച്ചുകൂട്ടി. ഈ നാളെയാണ് വിവാഹം കൊടുക്കുന്നത്. ഈ ഇത്രയും യോഗ്യത ഇല്ലാത്ത ശിശുപാലനാണ്. അവരാണ് ദേവിയെ പോലെ അവരും വിഷമിക്കാൻ തുടങ്ങി. അങ്ങനെ രാത്രി കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി. ആ സമയത്ത് തദനു വന്ദിതുമിന്ദുമുഖീ ശിവം വിഹിതമംഗലഭൂഷണഭാസുര നിരഗമ ഭവദർപ്പിത ജീവിത സ്വപുരത സുഭടാവൃത്. സാധാരണ രാവിലെ ആവുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കും. പക്ഷെ ഇവിടെ രുക്മിണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇന്ദുമുഖി, ചന്ദ്രനെ പോലെ ഭംഗിയുള്ള സ്ത്രീ, ചന്ദ്രമുഖി, ഇന്ദുമുഖി എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രനെ പോലെ പ്രകാശം, സൗമ്യ പ്രകാശം പൊഴിക്കുന്ന സ്ത്രീ. ആ ദേവിയുടെ മുഖം ആ സമയത്ത് അവിടെ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. ദേവി എന്ത് ചെയ്തു? നല്ല പോലെ ഭംഗിയായി സ്വയം അലങ്കരിച്ച്, ഭഗവാൻ എത്തി എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞു. ഇനി സന്തോഷിക്കാൻ വകയുണ്ട്. ഇനി ഒരു തരത്തിലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഭംഗിയുള്ള വിവാഹ വസ്ത്രവും വിവാഹത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു പെൺകുട്ടി അണിഞ്ഞിരിക്കേണ്ട വിധത്തിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് മംഗളസ്വരൂപിണിയായിട്ട് തിളങ്ങിക്കൊണ്ട് സ്വപുരത, തന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. നിരഗമത്, പുറത്തേക്ക് വന്നു. എങ്ങനെയുള്ളതാണ് ഈ ദേവി? ഭവതർപ്പിത ജീവിത, അങ്ങയിൽ ജീവിതം അർപ്പിച്ചവളാണ്. ഭഗവാനിൽ ഈ ദേവി സ്വയം അർപ്പിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ അതിന് തന്നെയുണ്ട് ഒരു വലിയ മഹിമ. വീരമോഹിനി എന്നാണ് ഭാഗവതത്തില് ദേവി അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. വീരമോഹിനി, ഒരു ജീവൻ അതിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള നിമിഷത്തിൽ നിൽക്കുന്നത് ഭഗവാനെ മുഖത്തോട് മുഖം കാണുന്ന സമയത്താണ്. അതായത് ഈശ്വരീയമായിട്ടുള്ള ചിന്തയിൽ തന്നെ ഇരുന്നു കൊണ്ട്, ഈശ്വരീയമായിട്ടുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ജീവനാണ് ഏറ്റവും സൗന്ദര്യമുള്ളത്. അങ്ങനെ അത്രയും ഭവതർപ്പിത ജീവിതമായതുകൊണ്ടാണ് ദേവി ഇത്രയും സുന്ദരിയുമായി തീർന്നത്. അങ്ങനെ സുഭടാവൃത, തന്റെ കൊട്ടാരത്തിലെ കാവൽക്കാരൊക്കെ ഉണ്ടല്ലോ, ദേവിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഭടന്മാര്, അവരൊക്കെ മുമ്പിൽ നടക്കുന്നുണ്ട്, മുമ്പിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അവരാൽ രക്ഷിക്കപ്പെട്ടിട്ട് ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ശിവാം എന്ന് പറഞ്ഞു, ഭഗവതി ശിവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവാനി എന്നൊക്കെ പറയുന്നത് പാർവതി ദേവി. പാർവതി ദേവിയുടെ നേരത്തെ പറഞ്ഞല്ലോ, ഗിരിജാദേവിയുടെ ആലയത്തിലേക്ക് ഞാൻ പോവും, ക്ഷേത്രത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. പാർവതി ക്ഷേത്രത്തിലേക്ക് ദേവിയെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ആ സമയത്ത് അടുത്ത ശ്ലോകത്തില് കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതം പരിപൂജ്യ ച സാദരം മുഹുരയാചത തൽപദ പങ്കജേ നിപതിത പതിതം തവ കേവലം. ദേവിയുടെ കൂടെ മുമ്പില് കാവൽക്കാരുണ്ടായിരുന്നു, ഭടന്മാരുണ്ടായിരുന്നു. പിന്നെ ദേവിയുടെ ചുറ്റും, ദേവിയുടെ കൂടെ
മുതിർന്ന സ്ത്രീകള്, കുലവധുക്കള്, നല്ല സുചരിതയായിട്ടുള്ള മംഗള സ്ത്രീകള് അവരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കുമാരികയായിട്ടുള്ള ദേവി ഗിരിസുതയെ, ഗിരിസുത പറഞ്ഞാൽ ഹിമാലയത്തിന്റെ പുത്രി, പർവ്വതത്തിന്റെ പുത്രി പാർവതി ദേവി. പാർവതി ദേവിയെ ഇവിടെ പോയിട്ട് നല്ല ഭംഗിയായിട്ട് പൂജിച്ചു, വന്ദിച്ചു. എന്നിട്ട് ദേവിയോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. എന്തിന്? ദേവിയുടെ കാൽക്കൽ വീണുകൊണ്ട് പ്രാർത്ഥിച്ചു. തത് പദപങ്കജേ, ദേവിയുടെ താമരക്കാലുകളില് നിപതിത, വീണുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ഭട്ടതിരി അവിടെ ഇരുന്ന് പറയാണ്, ഹേ ഭഗവാനെ, അവിടുത്തെ പതിയായി കിട്ടണം എന്ന് വിചാരിച്ചിട്ട്. സ്വസന്താനയുതാം ശിവാം, ശ്രീമദ് ഭാഗവതത്തിൽ പറയേണ്ട നമസ്തേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തനുമോദതാം എന്ന് പറഞ്ഞിട്ടാണ് ദേവി പ്രാർത്ഥിക്കുന്നത്. അമ്മേ ഭഗവതി, ദേവി ഭർത്താവിന്റെ കൂടെ, സ്വഭർത്താവിന്റെ പതിയുടെ കൂടെ, കുട്ടികളുടെ കൂടെ ഗണേശനുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്. അങ്ങനെ ഒരു വലിയ കുടുംബത്തിന്റെ നാഥയായിട്ടാണല്ലോ ദേവി ഇരിക്കുന്നത്. അങ്ങനെ കുടുംബസമേതം വാണരുളുന്ന ദേവി, അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഭഗവാനെ തന്നെ എനിക്ക് പതിയായിട്ട് കിട്ടണം. അങ്ങനെ ഒരു മന്ത്രം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദേവിയുടെ കാൽക്കൽ വീണിട്ട് പതിയായിട്ട് ഭഗവാനെ കിട്ടണം എന്ന് ദേവി പ്രാർത്ഥിച്ചു, രുക്മിണി ദേവി പ്രാർത്ഥിച്ചു. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുത നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ചിത ദിങ്മുഖാം. ആ സമയത്ത് ദേവി ക്ഷേത്രത്തിലേക്ക് പോയി എന്നുള്ളത് പല അവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരൊക്കെ ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ദേവിയുടെ വിവാഹമായിരിക്കും. അപ്പോ ചില സ്ഥലങ്ങളില് വിവാഹത്തിന്റെ തലേന്നാള് വൈകുന്നേരത്ത് പോകുന്ന അങ്ങനെയും പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വിചാരിക്കാം, എന്തായാലും വിവാഹത്തിന് മുമ്പ് ക്ഷേത്രത്തിലേക്ക് ദേവി പോവുകയാണ്. ആ സമയത്ത് തന്നെ വിവാഹം നടക്കുന്നത് ഉദ്ദേശിച്ചിട്ട് അവിടെ അനേകം രാജാക്കന്മാർ വന്നിട്ടുണ്ട്. ശിശുപാലൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശിശുപാലന്റെ സുഹൃത്തായിട്ടുള്ള ജരാസന്ധനൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ദേവി ഇനി ക്ഷേത്രത്തിലേക്ക് പോയി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. അപ്പൊ ഇനി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമല്ലോ കൊട്ടാരത്തിലേക്ക്. ആ സമയത്ത് ദേവിയെ ഒന്ന് നല്ലപോലെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഈ രാജാക്കന്മാരെ എല്ലാവരും സാധാരണക്കാരെ പോലെ തിക്കി തിരക്കി കൊട്ടാരത്തിന്റെ മുമ്പിൽ തടിച്ചുകൂടി നിന്നു. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു സിനിമാ താരം വരും എന്ന് കണ്ടാൽ അനേകം ഓഫീസുകൾ ഉണ്ടായിരിക്കും. ആ ഓഫീസിലെ വലിയ വലിയ ഓഫീസർമാർ പോലും ടെറസിൽ വന്ന് നിൽക്കും, താഴത്ത് വന്ന് നിൽക്കും. ആ ഒരു സിനിമാ താരം അവിടെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് അതിൽ കൂടെ പോകുന്നു നിൽക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ തടിച്ചുകൂടി നിൽക്കും, സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ. അതുപോലെ സമവലോക കുതൂഹല സങ്കുലേ, ഒന്നിച്ചു കൂട്ടമായി വന്നിട്ട് എന്തിന്? ദേവിയെ കാണാനുള്ള കുതൂഹലം, കൗതുകത്തില്. നൃപകുലേ, രാജാക്കന്മാരാണ്. നിഭൃതം ത്വയി ച സ്ഥിതേ, അങ്ങനെ വന്ന് നിൽക്കുമ്പോ അവിടെ ഭഗവാനും നിൽക്കുന്നുണ്ട്. ഭഗവാന് അങ്ങനെ തിക്കി തിരക്കി ഇങ്ങനെ കാണാൻ വേണ്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ അവിടെ സ്ഥൈര്യത്തോടുകൂടി ഉറച്ചവിടെ നിൽക്കുന്നുണ്ട്. നൃപസുതാ നിരഗാത് ഗിരിജാലയാ, ഗിരിജാലയത്തിൽ നിന്ന്, പാർവതി ക്ഷേത്രത്തിൽ നിന്ന് ദേവി, നൃപസുത എന്ന് പറഞ്ഞ ദേവി രാജകുമാരി പുറത്തേക്ക് വന്നു. സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖാം, ദേവി തന്റെ മുഖത്തിന്റെ ഭംഗി കൊണ്ട് എല്ലാ ദിക്കുകളെയും, 8 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത്രയും സൗന്ദര്യമുള്ള വേഷത്തിൽ അവിടെ വന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പലതും പറയണ്ട. പലരും കുതിരപ്പുറത്തൊക്കെയാണ് വന്ന് നിൽക്കുന്നത്, പലരും തേരിലാണ് വന്ന് നിൽക്കുന്നത്. ചിലരൊക്കെ ദേവി അങ്ങനെ കണ്ട സമയത്ത് ബോധം കെട്ട് താഴെ വീണു. അത്രയും അധികം ഭംഗിയുള്ള ഒരു രൂപത്തോട് കൂടിയിട്ടാണ് ദേവി അവിടുന്ന് തിരിച്ചു വന്നത്, ഭംഗിയോട് കൂടിയിട്ടാണ് തിരിച്ചു വന്നത്.
6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭുവനമോഹന രൂപരുചാതയാ വിവിശിതാഖില രാജകദംബയാ ത്വമപി ദേവകടാക്ഷ വിമോക്ഷണൈ പ്രമദയാ മദയാൻ ചകൃഷേ മനാക്. ദേവിയുടെ രൂപം ഭുവനമോഹനം, എല്ലാ ലോകങ്ങളെയും ഭ്രമിപ്പിക്കുന്ന വിധത്തില്, മോഹിപ്പിക്കുന്ന വിധത്തിലുള്ള മോഹന സ്വരൂപിണിയായിട്ടാണ് ദേവി വരുന്നത്. അതിന് കാരണം എന്താണ്? ഭുവന സുന്ദരനായിട്ടുള്ള ദേവി ഭഗവാനെയാണ് ദേവി മനസ്സില് കൂട്ടി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്തിനെയാണോ നമുക്ക് ഏറ്റവും ആരാധന തോന്നുന്ന ഒരു വസ്തു എന്താണോ, നമ്മൾ ക്രമേണ അതായിത്തീരും. ദേവിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ അതായിരുന്നു. ഒരു ജീവൻ അതിന്റെ ഏറ്റവും മഹിമയാർന്ന നിമിഷത്തിൽ നിൽക്കുന്നത്, ആ ജീവാത്മാവ് പരമാത്മാവിനെ മുഖത്തോട് മുഖം കാണുമ്പോഴും അതിലേക്ക് ലയിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴുമാണ്. ഭുവനമോഹനമായിട്ടുള്ള ദേവിയുടെ രൂപം കണ്ടിട്ട് ആ രാജകദംബം പറഞ്ഞാൽ ഒരു ഫ്ലവർ വേസിൽ എങ്ങനെയാണോ കുറേ ബൊക്കയിലോ എങ്ങനെയാണോ കുറേ പൂക്കൾ ഒന്നിച്ചു നിൽക്കുന്നത്, കദംബമായിട്ട് കൂട്ടമായിട്ട് അങ്ങനെയാണ് ഈ രാജാക്കന്മാര് തിക്കി തിരക്കി നിൽക്കുന്നത്. അവര് എല്ലാവരും വൈവശ്യം പൂണ്ടു. അവർക്ക് സൗന്ദര്യം കണ്ടവര് തളർന്നു പോയി. ആ സമയത്തോ ഇതിൽ പറയുന്ന ഭാഗവതത്തിൽ ഇങ്ങനെ പറയില്ല, ത്വമപി ദേവ കടാക്ഷ വിമോക്ഷണായി, ഹേ ഭഗവാനെ. അതായത് മേൽപ്പത്തൂർ ആചാര്യൻ ഭഗവാന്റെ മുമ്പിൽ വാതിൽ മാടത്തിൽ ഇരുന്നിട്ട് ഭഗവാൻ ഇന്ന് ചെറുതായിട്ട് കളിയാക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ ആ രാജാക്കന്മാരൊക്കെ പലരും കുതിരപ്പുറത്തു നിന്നുമൊക്കെ വീണു എന്നൊക്കെ ഉള്ളതാണല്ലോ. ആ സമയത്ത് ഭഗവാനെ അവിടുന്നും അതെ ആ ദേവിയുടെ സുന്ദരിയായിട്ടുള്ള ദേവിയുടെ കടക്കൻ നോട്ടങ്ങൾ കൊണ്ട് ഭഗവാനും കൂടി ഒന്ന് മയങ്ങിപ്പോയി. അവിടുത്തെ പോലും ആ ദേവിയുടെ അപാംഗം കൺകൂണിലൂടെയുള്ള നോട്ടം ഭഗവാനെ പോലും മോഹിപ്പിച്ചു എന്ന് പറയുന്നത്. അവിടെ ഇരുന്നിട്ട്, അതായത് മേൽപ്പത്തൂർ ആചാര്യൻ ഭഗവാനോട് ഓരോന്ന് പറയുമ്പോൾ ഇരിക്കുന്നത് ഈ വാതിൽ മാടത്തിലാണെങ്കിലും ഭഗവാൻ ആ ലീലയാടുന്ന സമയത്ത് എവിടെയാണോ അവിടെയുണ്ട് ആചാര്യൻ, മേൽപ്പത്തൂർ ആചാര്യൻ ഭഗവാന്റെ കൂടെ നടന്നുകൊണ്ടാണ് ഓരോന്നും വർണ്ണിക്കുന്നത്. അപ്പൊ അത് കണ്ട പോലെ ആണ് പറയുന്നത്. ഭഗവാനെ അവിടുന്നും ആ കടാക്ഷ വീക്ഷണം കൊണ്ട് ഒന്ന് മോഹിക്കപ്പെട്ടുവല്ലോ എന്ന് പറയണം. 7ാമത്തെ ശ്ലോകം, ക്വനുഗമിഷ്യസി ചന്ദ്രമുഖീദിതം സരസമേത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരോപ്യരഥം ത്വമപാഹൃത ഭുവി തതോ വിതതോ നിനതോ ദ്വിഷം. അങ്ങനെ ദേവി അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും നോക്കി ദേവിയുടെ ഓരോ കാൽവെപ്പും സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് ഭഗവാൻ പതുക്കെ ദേവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട്, ക്വനുഗമിഷ്യസി ചന്ദ്രമുഖി, ഹേ ചന്ദ്രമുഖി നീ എങ്ങോട്ടാണ് പോണത് എന്ന് ചോദിച്ചിട്ട്, ചന്ദ്രമുഖി നിനക്ക് പോകേണ്ടത് ഈ തേരിൽ കയറിയിട്ടല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ എവിടേക്കാണ് പോണത് എന്ന് പറഞ്ഞ് അടുത്ത് ചെന്നു. അങ്ങനെ ദേവിയുടെ കൈ തമാശ ചോദിക്കുന്നത് പോലെ ചോദിച്ചിട്ട് ദേവിയുടെ കൈ പിടിച്ചിട്ട് ഈ തേരിൽ കയറ്റി സമധിരോപ്യ കരേണ കൈകൊണ്ട് ദേവിയുടെ കൈ കടന്ന് പിടിച്ച് ദേവിയെ സമധിരോപ്യ രഥം, അങ്ങനെ ദേവിയെ രഥത്തിൽ കയറ്റിയിരുത്തി. അതായത് ദേവിയെ അവിടുന്ന് അപഹരിച്ചു. ത്വം അപഹൃത, അങ്ങനെ വേഗം ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി അവിടുന്ന് പോയി. ആ സമയത്തോ എല്ലാ ആൾക്കാരും അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അതായത് ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വന്ന ശിശുപാലന്റെ കൂട്ടക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ അവർക്കൊക്കെ അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ചന്ദ്രമുഖി എവിടെയാണ് പോവാൻ തയ്യാറായതെന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് അവരെല്ലാവരും ഉറക്കെ
എവിടേക്കാണ് ഇവൻ ഈ വധുവിനെ കൊണ്ടുപോണത്? വധു അപഹരിക്കപ്പെട്ടു, വധുവിനെ അല്ലേ ഇവിടുന്ന് കൊണ്ടുപോയത് എന്ന് ചോദിച്ചിട്ട് നിനതോ ദ്വിഷാം, ആ ശത്രുക്കളൊക്കെ ഉറക്കെ ഉറക്കെ ഒച്ചയിട്ടു. ശത്രുക്കളുടെ ശബ്ദം ഭൂവി തതോ വിതതോ, അത് ഈ ഭൂമിയിൽ മുഴുവനും അത് മുഴങ്ങിക്കേട്ടു. അതായത് ഭഗവാൻ വളരെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ച് ഇതിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴേക്കും തന്നെ അവിടെ വലിയൊരു കോലാഹല ഭൂമിയായി മാറി. ആ വലിയ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയ ആ സ്ഥലം വലിയൊരു കോലാഹല മണ്ഡപമായി തീർന്നു. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? വനുഗത പശുപാല ഇതി കൃത കൃതരണ യദുഭിശ്ചജിതാ നൃപ നതു ഭവാനുദചല്യത തൈരഹോ പിശുനകൈ ശുനകൈരിവ കേസരീ. എവിടേക്കാണ് ഈ ആട്ടിടയൻ, മാട്ടിടയൻ, അതായത് പശുപാലകൻ, ഈ കന്ന് മേയ്ക്കുന്ന ആള്? ഭഗവാൻ അങ്ങനെയാണല്ലോ വൃന്ദാവനത്തിൽ ജീവിച്ചിരുന്നത്. പിന്നെ ഭഗവാൻ അതായത് നന്ദഗോപരുടെ മകനാണ്. നന്ദഗോപുര എന്ന് പറയുന്നത് ഒരു വലിയ പശു സാമ്രാജ്യത്തിന്റെ പ്രഭുവാണ്. അപ്പോ എവിടേക്കാണ് ഈ മാട്ടിടയൻ, എവിടേക്കാണ് പശുപാലൻ കൊണ്ടുപോയത് വധുവിനെ എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ള അവരെ മുഴുവനും ബലരാമസ്വാമിയുടെ സൈന്യങ്ങൾ, യാദവന്മാര് തന്നെയാണ്. ആ യാദവ സൈന്യം അവരെ മുഴുവനും തോൽപ്പിച്ചിട്ട് നതു ഭവാനുദചല്യത തൈരഹോ, ഭഗവാന് യാതൊരു ഒരു തരത്തിലുള്ള ചഞ്ചലിപ്പുണ്ടായില്ല. അധിക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത്, എവിടേക്കാണ് ഈ കന്നു മേയ്ക്കുന്ന ആള്, എവിടേക്കാണ് ഈ വധുവിനെ കൊണ്ടുപോയത്, തട്ടിക്കൊണ്ടുപോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതും ആക്ഷേപിക്കുന്നുണ്ട്. അതൊന്നും കേട്ട് ഭഗവാൻ ഒന്നും തോന്നിയില്ല, ഒട്ടും ഇളക്കമുണ്ടായില്ല. എന്നിട്ട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ മുമ്പിൽ നിന്ന് ദേവിയെ ഇതുപോലെയാണ് കൊണ്ടുപോയത്. വെറും നായ്ക്കളുടെ മുമ്പിൽ നിന്ന് എങ്ങനെയാണോ ഒരു സിംഹം തനിക്ക് വെച്ചത് എടുക്കുന്നത്, അതുപോലെ ദേവിയെ കൊണ്ടുപോയി ആ രാജാക്കന്മാർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഭഗവാനെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല, ആ ദുഷ്ടന്മാർക്ക് പറ്റിയില്ല. പിന്നെ അപ്പോഴേക്കും രുക്മി കുറെ പേരെ തോൽപ്പിച്ചയച്ചു. ജരാസന്ധനും കൂട്ടുകാരൊക്കെ മടങ്ങി. രുക്മി മാത്രം തന്റെ സഹോദരിയല്ലേ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോ മറ്റേ ആൾക്കാർക്കൊക്കെ ശിശുപാലന് തനിക്ക് വെച്ച വധുവിനെ കിട്ടിയില്ല എന്നുള്ള സങ്കടം, ശിശുപാലന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ശിശുപാലൻ അപമാനിതനായി എന്നുള്ള സങ്കടം. പക്ഷെ രുക്മിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. ഇനി പിന്നാലെ പിന്തുടർന്ന് പോവാതെ വയ്യ. തന്റെ സഹോദരിയാണ് കൊണ്ടുപോണത്, അതും താൻ ഏറ്റവും വെറുക്കുന്ന കൃഷ്ണൻ. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നാലെ വിടാതെ പോയി. ആ സമയത്ത് രുക്മി എല്ലാ തരത്തിലും ഭഗവാന്റെ നേർക്ക് ആയുധങ്ങൾ പ്രയോഗിച്ചു. ഭഗവാനും വളരെ ഭംഗിയായിട്ട് തേരോടിക്കുന്നതോടൊപ്പം തന്നെ നല്ല ഭംഗിയായിട്ട് രുക്മിയെ കൈകാര്യം ചെയ്തു. എന്നിട്ട് അവസാനം രുക്മി, ഭാഗവതത്തിൽ പറയുന്ന, രുക്മിയെ കെട്ടിയിട്ടു തേരിനോട്, വലിച്ചഴിച്ചു മുന്നിലേക്ക് പോയി. ആ സമയത്ത് ബലരാമസ്വാമി വന്നിടപെട്ടു. എന്നിട്ട് പറയും, ഈ വിവാഹ സമയത്ത് എന്തായാലും രുക്മി, കൃഷ്ണ നിന്റെ വധുവിന്റെ സഹോദരനല്ലേ, അങ്ങനെയുള്ള തന്റെ ശ്യാലനായിട്ടുള്ള വധുവിന്റെ സഹോദരനെ ഈ അവസരത്തില് ഇത്രത്തോളം അപമാനിക്കുന്നത് വിവാഹത്തിന്റെ മംഗള സമയത്ത് തെറ്റാണ്, അഴിച്ചുവിടൂ എന്ന് പറഞ്ഞിട്ട് രുക്മിയെ അഴിച്ചുവിടാതെ കൊന്നില്ല. പക്ഷെ കൃഷ്ണൻ ആ സമയത്ത് രുക്മിണിയുടെ മുടിയൊക്കെ മുറിച്ചു. അപ്പൊ സാധാരണ പണ്ട് കാലത്ത് ഒരു വ്യക്തിയുടെ മുടി മുറിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിന് തുല്യമാണ്, ആ വ്യക്തിയെ കൊല്ലാതെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇത് മുമ്പ് അർജുനൻ അശ്വത്ഥമാവിനോട് കാണിക്കുന്നത് നമ്മൾ പിന്നെ ഭാഗവതത്തില് 1-ാമത്തെ സ്കന്ധത്തില് അതിന്റെ വിവരണമുണ്ട്. അങ്ങനെ വിരൂപനാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ പകുതി മുടി മുറിച്ച് വിരൂപനാക്കി തീർത്തു. എന്നിട്ട് കാരണം ബലരാമസ്വാമി അതിൽ ഇടപെട്ടു. എന്നിട്ട് ദേവിയെ കൊണ്ട് ഭഗവാൻ
തന്റെ പുരത്തിലെത്തി, ദ്വാരകാ നഗരത്തിൽ എത്തി. പുരം അയാ രമയാ സഹ കാന്തയാ. അവിടെയാണ് രുക്മിണി ദേവി ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവിടെ തന്റെ കാന്തയായിട്ടുള്ള, പത്നിയായിട്ടുള്ള, വധുവായിട്ടുള്ള രമയാ സഹ, രുക്മിണി എന്നല്ല അവിടെ പറഞ്ഞത്, രമ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി. രുക്മിണി ദേവി മഹാലക്ഷ്മിയുടെ തന്നെ അവതാരമാണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് രമയാ സഹ, ലക്ഷ്മി ദേവിയെ കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ, വിഷ്ണുവാണ്, ലക്ഷ്മി ദേവി ആയ വധുവിനെയും കൊണ്ട് ഭഗവാൻ ദ്വാരകയിലെത്തി. 10ാമത്തെ ശ്ലോകത്തില് നവസമാഗമ ലജ്ജിതമാനസം പ്രണയ കൗതുക ജൃംഭിതമന്മദം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതം ഹസിതം ശൂലസന്മുഖിം. ദേവി അവിടെ ചെന്ന് ദേവിയുടെ വിവാഹം ചടങ്ങ് പ്രകാരം ഭംഗിയായിട്ട് നടന്നു. ഭാഗവതത്തിൽ അത് വർണ്ണിക്കുന്നുണ്ട്. പുരി മുഴുവനും അലങ്കരിക്കപ്പെട്ടു. ഭഗവാൻ അവിടെ എത്തുമ്പോഴേക്കും ആഘോഷത്തിന് വേണ്ടിയിട്ട് അവിടെ മംഗളവാദ്യങ്ങളൊക്കെ ഉയർന്നു. അവിടെ എത്തിയ സമയത്ത് ഏറ്റവും അധികം ചടങ്ങ് പ്രകാരം ഹോമത്തോടും വിവാഹ മന്ത്രങ്ങളോടും എല്ലാം ചേർന്നിട്ട് ദേവിയുടെ വിവാഹം അനുഷ്ഠാനപൂർവം, ഉപചാരപൂർവം, ആചാരപൂർവം അവിടെ നടക്കും. അങ്ങനെ വധുവ ഇപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാന്റെ പത്നിയായി തീർന്നു. അങ്ങനെ പത്നിയായിരിക്കുന്ന ദേവി നവസമാഗമ ലജ്ജിതമാനസം, പുതുക്കമാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ദേവിയുടെ ലജ്ജയൊന്നും മാറിയിട്ടില്ല. അങ്ങനെ ലജ്ജാപൂർവം പെരുമാറുന്ന ദേവി. പ്രണയ കൗതുക ജൃംഭിതമന്മദം, അതേ സമയം തന്നെ ഭഗവാനോടുള്ള പ്രണയ പാരവശ്യത്തില് അങ്ങനെ മുഴുകിയിരിക്കുന്ന ദേവി. അങ്ങനെയുള്ള ദേവിയെ ഭഗവാൻ യഥാസുഖം രഹസി എത്രയോ ദിവസങ്ങളില് ഇങ്ങനെ സുന്ദരിയായിട്ടുള്ള ഹസിതാംശു ലസന്മുഖി, സന്തോഷത്തോടു കൂടിയിട്ട് മുഖത്തിൽ നിന്ന് ചന്ദ്രപ്രഭ ഉതിർത്തുകൊണ്ടുള്ള ആ സുന്ദരിയായിട്ടുള്ള ദേവിയെ രഹസി ഏകാന്തത്തില് ഭഗവാൻ സന്തോഷിപ്പിച്ചുകൊണ്ട് എത്രയോ ദിവസം അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ശ്രീമദ് ഭാഗവതത്തില് ആ അധ്യായം അവസാനിക്കുന്നത് വിവാഹത്തെ വർണ്ണിച്ചുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. പിന്നെ ശ്രീമദ് ഭാഗവതത്തില് ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും പുത്രനായിട്ടുള്ള പ്രദ്യുമ്നന്റെ ജനനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സന്ദർഭം വർണ്ണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും രുക്മിണി ദേവി ഇപ്പൊ ചെറുപ്പക്കാരിയല്ല. രുക്മിണി ദേവി കുറച്ചുകൂടി പ്രായമായിരിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി. ആ സമയത്ത് ഭഗവാൻ ഒരു ദിവസം ഭഗവാന്റെ ഒരു സാധാരണ ഭാവം വിട്ടിട്ട്, ഇപ്പൊ ഇവിടെ പറഞ്ഞത് രാത്രിയും പകലുമില്ലാതെ ദേവിയെ സന്തോഷിപ്പിച്ചു. അത് ഇവിടെ 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വിവിധ നർമ്മഭിരേവ മഹർനിശം, പല നർമ്മ വാക്കുകളും പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ട് ദേവിക്ക് എപ്പോഴും ചിരിക്കാനുള്ള അവസരമാണ് കൊടുത്തിരുന്നത്. വിവിധ നർമ്മഭിരേവ മഹർനിശം, അഹർനിശം രാത്രിയും പകലും സന്തോഷിപ്പിക്കാനുള്ള വക കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഋജുമതേ കില വക്രഗിരാ ഭവാൻ, എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ. നമ്മൾ സമയം അതിക്രമിച്ചു കഴിഞ്ഞു, വളരെ വേഗം പറയാം. എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ദേവിയെ സന്തോഷിപ്പിച്ചിരുന്ന ഭഗവാൻ അന്ന് പല വക്രഗിര, വളഞ്ഞിട്ടുള്ള കുത്തുവാക്കുകള് പറഞ്ഞിട്ട് ദേവിയെ വിഷമിപ്പിച്ചു. നമുക്ക് അടുത്ത പ്രാവശ്യം അത് ഒന്ന് അനുസ്മരിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ ആ സമയത്ത് ദേവിയുടെ പാരവശ്യം കണ്ട സമയത്ത് ഭഗവാൻ വേഗം, അതെന്തിനാണ് അത് പറഞ്ഞാൽ, സാധാരണ ഒരു വിവാഹ ജീവിതത്തില് എപ്പോഴും സന്തോഷം മാത്രമല്ല, പലപ്പോഴും അന്യോന്യം അത്യാവശ്യം വേണ്ട കലഹങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കലഹങ്ങളൊക്കെ ദാമ്പത്യത്തിന്റെ സുഖം വർദ്ധിപ്പിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ എന്ന് സാധാരണ വ്യാവഹാരിക നിലയിൽ അത് പറഞ്ഞിട്ട്, അത് പറയാൻ വേണ്ടി കൂട്ടിയാണ്, അതിനുവേണ്ടി ഒരു
കർഹിച്ചിത് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം പോലും ഉണ്ട്, അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ തദധികൈരഥലാളന കൗശലൈ വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവൻ വരതനോരതനോദതിലോലതം. ദേവി അല്പം ഒന്ന് വേദനിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് തഥധികൈരഥലാളന കൗശലൈ, പിന്നെ ഭഗവാൻ തന്റെ ലാളന കൗശലം കൊണ്ട് ദേവിയെ ലാളിച്ച് വളരെ സ്നേഹത്തോടു കൂടി വാക്കുകളൊക്കെ പറഞ്ഞ് ആ കലഹിച്ചതിനൊക്കെ കോമ്പൻസേഷൻ പോലെ ദേവിയെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയി. അങ്ങനെ ഭഗവാൻ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ ദാമ്പത്യ ജീവിതം, ദേവിയുടെ രുക്മിണി ദേവിയുടെ ദാമ്പത്യം, രണ്ടുപേരുടെയും എല്ലായ്പ്പോഴും എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഹേ ഭഗവാനെ, അവിടുന്ന് എന്റെ രോഗങ്ങളും മാറ്റിത്തരണേ എന്ന് ഭഗവാനോട് ഭട്ടതിരി എല്ലാ ദശകത്തിന്റെ അവസാനം അങ്ങനെ ഒരു വൈയക്തികമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കും, ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന. എന്റെ രോഗം മാറ്റിത്തരണേ, എന്റെ കഷ്ടം മാറ്റിത്തരണേ എന്നുള്ളത് ഭഗവാനെ ഓർമ്മിപ്പിക്കും. അങ്ങനെ ഈ 79ാമത്തെ ദശകവും അങ്ങനെ അവസാനിക്കുന്നു. പ്രഗതതം ഗതതാന്തി മമ അപാകുരു, എന്റെ രോഗങ്ങളുടെയും അവസാനം വരുത്തി തീർക്കണേ എന്ന് പറഞ്ഞതൊക്കെ ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കണു. ഭക്ത സമക്ഷം സർവം സമർപ്പിക്കണു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം.